കൈക്കൂലി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒഴിവാക്കിയേക്കും. നിയമവിദഗ്ധരുമായി ആലോചിച്ചായിരിക്കും വിജിലൻസിന്റെ അന്തിമ തീരുമാനം. കാര്യമായ തെളിവുകളൊന്നുമില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കുമ്പോഴും വ്യക്തമായ തെളിവുകൾ കൈമാറിയില്ലെങ്കിൽ അന്വേഷണ സംഘം കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വരും. ഇ.ഡിയുടെ പേരിൽ ഏജന്റുമാർ വ്യവസായിയിൽ നിന്ന് പണം വാങ്ങി പിടിക്കപ്പെട്ടപ്പോൾ തന്നെ തെളിവുകളില്ലാതെ ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രതിയാക്കിയതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് തന്നെ സംസ്ഥാന വിജിലൻസ് ആണെന്ന ആരോപണവും ഇ.ഡി ഉയർത്തിയിരുന്നു. ഇ.ഡിയും വിജിലൻസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുമ്പോഴാണ് തെളിവുകൾ ലഭിക്കാതെ ഇ.ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിലനിർത്തി ഇനിയും മുന്നോട്ടു പോയാലുള്ള തിരിച്ചടികൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ തുടർന്നും തെളിവ് ലഭിച്ചില്ലെങ്കിൽ ഇ.ഡി ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇതിന് നിയമോപദേശങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്തിമ അനുമതികളും വേണം. പരാതിക്കാരനായ അനീഷ് ബാബുവും ഇടനിലക്കാരൻ വിൽസണുമായുള്ള സംഭാഷണത്തിൽ ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇത് ശേഖർ കുമാർ കൂടി അറിഞ്ഞുകൊണ്ടാണെന്നതിന് തെളിവില്ല. മുഴുവൻ ഡീറ്റെയിൽ തെളിവുകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയാകട്ടെയെന്നും പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് നിലവിൽ ആലോചനയിൽ ഇല്ലെന്നുമാണ് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തെളിവുകളില്ലാതെ കേസിൽ നിന്ന് ഒടുവിൽ ഒഴിവാക്കേണ്ടി വന്നാൽ ഇത് വിജിലൻസിന് കനത്ത തിരിച്ചടിയാകും. കേസ് മുന്നോട്ട് കൊണ്ടുപോയി കോടതി ഇടപെടലുകൾ ഉണ്ടായാലും തെളിവില്ലാതെ ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിന് മറുപടിയും പറയേണ്ടി വരും. ജനം, കൊച്ചി.